ഇടുക്കി ജില്ലയിലെ ഒരു ചെറിയ പട്ടണമാണ് മൂന്നാർ. മൂന്നാർ ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ്. മുതിരപ്പുഴ, നല്ലതണ്ണി, കുണ്ടള ഈ 3 നദികളുടെയും സംഗമവേദി ആയതുകൊണ്ടാണ് മൂന്നാർ എന്ന പേര് വന്നത്. മൂന്നാർ ടൗണിൽ നിന്നും ദേവികുളം റോഡിൽ 3 കിലോമീറ്റർ പിന്നിട്ടാൽ റോസ് ഗാർഡനിലെത്താം. 150-ൽ പരം തരത്തിൽപ്പെട്ട റോസാപ്പൂക്കളും അനേക തരത്തിൽപ്പെട്ട മനോഹരങ്ങളായ അലങ്കാര പൂന്തോട്ട ചെടികളും ഇവിടെ കാണുവാൻ സാധിക്കും. ഇന്ന് രാവിലെ തന്നെ നല്ല മഴയും മഞ്ഞും മൂടിക്കെട്ടിയ അന്തരീക്ഷവുമാണ് മൂന്നാറിലുള്ളത്. എങ്കിലും ഈ കാലാവസ്ഥ വളരെ മനോഹരമാണ്. മൂന്നാറിൽ നിന്നും മാട്ടുപ്പെട്ടി ഡാമിലേക്കും മറ്റുമുള്ള കാഴ്ചകൾ നമുക്കിപ്പോൾ കാണാം. ഇനി മൂന്നാറിലെ ചരിത്രത്തിലേക്ക് കടക്കാം. ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണകാലത്ത് തേയിലകൃഷിക്കായി വികസിപ്പിച്ചെടുത്ത സ്ഥലമാണ് മൂന്നാർ. ആദ്യകാലത്ത് തമിഴ്നാട്ടുകാരും ചുരുക്കം മലയാളികളും മാത്രമാണ് ഇവിടെ താമസിച്ചിരുന്നത്. ഇവരെ തേയിലത്തോട്ടങ്ങളിലെ തൊഴിലാളികളായിട്ടാണ് കൊണ്ടുവന്നത്. തോട്ടത്തിലെ ഉയർന്ന ഉദ്യോഗസ്ഥരും മാനേജരുമെല്ലാം ബ്രിട്ടീഷുകാരായിരുന്നു. അവർക്ക് താമസിക്കാനായി അക്കാലത്ത് പണിത കുറെ ബംഗ്ലാവുകളും മൂന്നാറിലുണ്ട്. സായിപ്പുമാരെ വളരെയധികം ആകർഷിച്ച ഒരു പ്രദേശമാണ് മൂന്നാർ. 2000-ൽ കേരള സർക്കാർ മൂന്നാറിനെ ഒരു വിനോദസഞ്ചാര കേന്ദ്രമായി പ്രഖ്യാപിച്ചു. മൂന്നാറിൽ കഴിഞ്ഞ നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ തന്നെ മോണോ റെയിൽ സ്ഥാപിക്കപ്പെട്ടിരുന്നു. ജലവൈദ്യുത പദ്ധതിക്ക് വഴികാട്ടിയായതും കന്നുകാലി വർഗോദ്ധാരണത്തിന് തുടക്കമിട്ടതും ഈ മണ്ണിൽ നിന്നാണ്. 1790-ലാണ് ബ്രിട്ടീഷുകാർ ആദ്യം കണ്ണൻദേവൻ കുന്നുകളിൽ വന്നത്. അന്നത്തെ സായിപ്പിന്റെ വരവ് ടിപ്പുവിന്റെ പടയോട്ടത്തെ ചെറുക്കുക എന്ന ലക്ഷ്യത്തോടായിരുന്നെങ്കിലും അത് വേണ്ടി വന്നില്ല. 1817-ൽ ഈ പ്രദേശത്ത് സർവേക്കായി മദിരാശി ആർമിയിൽ നിന്നും ഉദ്യോഗസ്ഥരെത്തി. 1888-ലാണ് കണ്ണൻദേവൻ പ്ലാന്റേഴ്സ് അസോസിയേഷന്റെ പിറവി. അപ്പോഴേക്കും പാർവതിമലയിലെ 50 ഏക്കർ സ്ഥലത്ത് തേയിലകൃഷി ആരംഭിച്ചിരുന്നു. ആദ്യ റബ്ബർ തൈ നട്ടതും അടുത്ത കാലത്ത് വരെ മൂന്നാർ പഞ്ചായത്തിലെ ഭാഗമായിരുന്ന മാങ്കുളത്താണ്. മൂന്നാർ മലകൾക്ക് തേയിലകൃഷിക്ക് അനുയോജ്യമാണെന്ന് കണ്ടെത്തിയതോടെ മൂന്നാറിന്റെ കുതിപ്പിന് തുടക്കമായി. 1915-ൽ മൂന്നാറിൽ ധാരാളം തേയില എസ്റ്റേറ്റുകൾ ആരംഭിച്ചു കഴിഞ്ഞിരുന്നു. 16 ഫാക്ടറികൾ അന്ന് പ്രവർത്തിച്ചിരുന്നു. ചരക്ക് നീക്കത്തിനു വേണ്ടിയാണ് റോഡുകൾ നിർമ്മിക്കപ്പെട്ടത്. 1902-ൽ മൂന്നാറിന്റെ ടോപ്പ് സ്റ്റേഷനായി ബന്ധിച്ച് മോണോ റെയിൽ സ്ഥാപിച്ചു. ടോപ്പ് സ്റ്റേഷനിൽ നിന്നും റോപ്പുകളിലൂടെ കോട്ടക്കുടിക്കും അവിടെ നിന്ന് തൂത്തുക്കുടി തുറമുഖത്തിനും എത്തിച്ചായിരുന്നു തേയില ബ്രിട്ടനിലേക്ക് കയറ്റി അയച്ചിരുന്നത്. വിവിധ എസ്റ്റേറ്റുകളിൽ നിന്ന് കാളവണ്ടി മാർഗമാണ് തേയില മൂന്നാറിൽ എത്തിച്ചിരുന്നത്. ഇതിനുവേണ്ടി 500 കാളകളെ വിദേശത്തു നിന്നും ഇറക്കുമതി ചെയ്തു. ഒപ്പം ഇംഗ്ലണ്ടിൽ നിന്നും വെറ്റിനറി സർജനും 2 സഹായികളും എത്തി. കുണ്ടളയിലായിരുന്നു ഈ കാലികൾക്കായി ഷെഡ് ഒരുക്കിയിരുന്നത്. പിന്നീട് കുണ്ടലയിൽ സാൻഡോസ് കോളനി ആരംഭിക്കാൻ കാരണമായതും അന്നത്തെ സംഭവമാണ്. പിന്നീട് മാട്ടുപ്പെട്ടിയിൽ ഇൻഡോസീസ് പ്രോജക്റ്റ് സ്ഥാപിക്കുകയും ഇവിടം കേരളത്തിലെ കന്നുകാലി വർഗോദ്ധാരണത്തിന് തുടക്കമിട്ട സ്ഥലമാകുകയും ചെയ്തു.
മാടുകളുടെ ഗ്രാമം എന്നർത്ഥം വരുന്ന മാട്ടുപ്പെട്ടിയിൽ വികസിപ്പിച്ചെടുത്ത സുനന്ദിനി എന്ന സങ്കരയിനം ബീജമാണ് കേരളത്തിൽ ധവള വിപ്ലവത്തിന് വഴിയൊരുക്കിയത്. മോണോ റെയിൽ 1908 തീവണ്ടി പാതയായി മാറി. മാട്ടുപ്പെട്ടിയിലും പാലാറിലും റെയിൽവേ സ്റ്റേഷനുകൾ ഉണ്ടായിരുന്നു. എന്നാൽ 1924 വെള്ളപ്പൊക്കത്തിൽ തീവണ്ടി പാത തകർന്നു. മൂന്നാർ ടൗണും അന്നത്തെ കനത്ത പ്രളയത്തിൽ തകർന്നു. തീവണ്ടി പാതയുടെ തകർച്ചയെ തുടർന്ന് റോപ്പ് വേയെ ആശ്രയിച്ചാണ് തേയില ടോപ്പ് സ്റ്റേഷനിൽ എത്തിച്ചത്. പിന്നീടാണ് പാതകൾ വികസിപ്പിച്ചതും തേയില നീക്കം റോഡ് മാർഗമാക്കിയതും. ഇതിനിടെ ആദ്യ ജലവൈദ്യുത നിലയം 1906 പെരിയ കനാൽ പവർ ഹൗസിൽ പ്രവർത്തിച്ചു തുടങ്ങി. പഴയ ദേവികുളം ലേക്കിൽ നിന്നുള്ള വെള്ളം ഉപയോഗിച്ചാണ് 200 കിലോവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചത്. രണ്ടാമത് നിലയം പള്ളിവാസലിൽ ആരംഭിച്ചു. ഇപ്പോഴത്തെ ഹെർഡോക്സ് ഡാമിന് സമീപത്ത് ചെക്ക് ഡാം നിർമ്മിച്ചാണ് വെള്ളം തിരിച്ചുവിട്ടത്. ഇതിനെ ചുവടുപിടിച്ചാണ് സർ CP രാമസ്വാമി അയ്യർ ദിവാനായിരിക്കെ തിരുവിതാംകൂർ സർക്കാരിന്റെ ഉടമസ്ഥതയിൽ പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി ആരംഭിച്ചത്. ഇതിനിടെ കമ്പനിയുടെ ആവശ്യത്തിനായി ടെലഫോൺ, തപാൽ സംവിധാനങ്ങളും ആരംഭിച്ചു. വാർത്താവിനിമയ രംഗത്ത് വലിയ കുതിച്ചുചാട്ടത്തിന് വഴിയൊരുക്കിയതാണ് അവ. ദേവികുളം പഞ്ചായത്തിൽ മാട്ടുപ്പെട്ടിയിൽ ചിത്രപുരം ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു അണക്കെട്ടാണ് മാട്ടുപ്പെട്ടി അണക്കെട്ട്.
പള്ളിവാസൽ ജലവൈദ്യുതി പദ്ധതിയുടെ ജലസംഭരണി അണക്കെട്ടാണിത്. ഇത് പെരിയാറിന്റെ പോഷക നദിയായ മുതിരപ്പുഴയാറിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. വൈദ്യുതോൽപാദനത്തിനായി നിർമ്മിച്ച കോൺക്രീറ്റ് ഗ്രാവിറ്റി അണക്കെട്ടാണിത്. ഇത്തരത്തിലുള്ള ഇന്ത്യയിലെ ആദ്യത്തെ അണക്കെട്ടാണിത്. അണക്കെട്ടിലെ ചെളി പുറത്തേക്ക് കളയാനായി അടിഭാഗത്ത് വാൾവ് സ്ഥാപിച്ചിട്ടുണ്ട്. 1954 ഇതിന്റെ നിർമ്മാണം പൂർത്തിയായി. മൂന്നാറിന്റെ സമീപ പ്രദേശമായതുകൊണ്ട് തന്നെ മാട്ടുപ്പെട്ടി ഡാം സന്ദർശിക്കാൻ വളരെയധികം സഞ്ചാരികൾ വരാറുണ്ട്. ഡാമിന്റെ ആകർഷണവും മാട്ടുപ്പെട്ടിയുടെ പ്രകൃതി സൗന്ദര്യവും അണക്കെട്ടിൽ സാധ്യമാകുന്ന സ്പീഡ് ബോട്ട് സഞ്ചാരവുമാണ് സുപ്രസിദ്ധമായ എക്കോ പോയിന്റ് ഇവിടെയാണ്.
സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 1600-1800 മീറ്റർ ഉയരത്തിലാണ് മൂന്നാർ സ്ഥിതി ചെയ്യുന്നത്. സാധാരണ നിലയിൽ 9 ഡിഗ്രി സെൽഷ്യസിനും 26 ഡിഗ്രി സെൽഷ്യസിനും ഇടയ്ക്കാണ് ഇവിടുത്തെ താപനില. ഓഗസ്റ്റ് തൊട്ട് മാർച്ച് വരെയുള്ള കാലയളവിലാണ് വിനോദസഞ്ചാരികൾ കൂടുതൽ വരുന്നത്. ഇരവികുളം നാഷണൽ പാർക്ക് മൂന്നാറിനടുത്താണ്. തെക്കിന്റെ കാശ്മീർ എന്ന അപരനാമത്തിൽ മൂന്നാർ പ്രസിദ്ധമാണ്. മഞ്ഞിൽ കുളിച്ചു നിൽക്കുന്ന തേയിലത്തോട്ടങ്ങളിലൂടെയുള്ള സഞ്ചാരം നമ്മുടെ നയനങ്ങൾക്ക് വേറിട്ട അനുഭൂതിയും കാഴ്ചയും അതിമനോഹരവുമാണ്. മൂന്നാറിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ: മാട്ടുപ്പെട്ടി ഡാം, എക്കോ പോയിന്റ്, കുണ്ടള ഡാം, ടോപ്പ് സ്റ്റേഷൻ, രാജമല, ആനമുടി, ആനയിറങ്ങൽ ഡാം, കൊളുക്കുമല എന്നിവയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യുവാനും അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുവാനും മറ്റുള്ളവരിലേക്ക് എത്തുവാൻ ഷെയർ ചെയ്യാനും മറക്കരുതേ. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.